Watch full episodes on Jio Hotstar. Wow. ദേ അങ്ങോട്ട് നോക്കൂ. മുതശ്ശി അവിടെ ലോകമെമ്പാടുമുള്ള മജീഷ്യൻസ് വന്നിട്ടുണ്ടല്ലോ. അതെ രുദ്ര. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ലോകമെമ്പാടുമുള്ള മജീഷ്യൻസ് ഈ കോൺഫറൻസിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ കോൺഫറൻസിൽ നമുക്ക് എല്ലാവർക്കും പുതിയതായിട്ട് എന്തെങ്കിലും കാണാനും പഠിക്കാനും ഉണ്ടാകും. നിങ്ങൾ എല്ലാവരെയും കണ്ടതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ മാജിക്കൽ വേൾഡിന്റെ റൂൾസ് വീണ്ടും ഒരു പ്രാവശ്യം പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം റൂൾസ് ഇല്ലാതെ നമ്മളെപ്പോലുള്ള മജീഷ്യൻസ് സാധാരണ മനുഷ്യരുമായി മിക്സ് ആകുമ്പോൾ അപകടമുണ്ടാകാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. സർ മെജസ്റ്റിക്കോ, ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിച്ചതിന് എന്നോട് ക്ഷമിക്കണം. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് ഈ കോൺഫറൻസ് മാസ്റ്റർ മജീഷ്യൻസിനുള്ളതാണെന്നാണ്. പിന്നെ ഇവിടെ ഈ ട്രെയിനി മജീഷ്യൻസിനൊക്കെ എന്തിനാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്? ട്രെയിനി മജീഷ്യൻ? ആരാണ് ഇവിടെ ട്രെയിനി മജീഷ്യനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? ട്രെയിനിയോ? ജയ്സിംഗ് രുദ്രയെ വിളിച്ചോണ്ട് വന്നിരിക്കുക. സർ മെജസ്റ്റിക്കോ, ഞാൻ എന്റെ കൂടെ എന്റെ ഗ്രാൻഡ് സൺ രുദ്രയെ വിളിച്ചോണ്ട് വന്നിരിക്കുക. ഇവൻ പ്രായം കൊണ്ട് ചെറിയവനാണ്, പക്ഷേ ട്രെയിനിങ് മജീഷ്യൻ അല്ല. ഇവൻ തന്റെ മാജിക് പവർ കൊണ്ട് മാസ്റ്റേഴ്സിനെ പോലും തട്ടിയെറിയും. സോ ഞാൻ വിചാരിച്ചു രുദ്രയ്ക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു പഠിക്കാൻ പറ്റുമെന്നാണ്. നിങ്ങൾക്കതിൽ സമ്മതമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവനെ തിരിച്ചയച്ചേക്കാം. ഞാൻ വിചാരിച്ചത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വളരെ നന്നായി. എല്ലാ മജീഷ്യൻസിന്റെയും മുന്നിൽ വച്ച് ജയ്സിംഗ് ചൗഹാൻ തല കുനിച്ച് സംസാരിക്കുന്നത് കണ്ടില്ലേ? ജയ്സിംഗ്, നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? രുദ്ര ഒരു വലിയ മജീഷ്യൻ ആണെങ്കിൽ അതൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കട്ടെ. അവനോട് മുന്നോട്ട് വരാൻ പറയേ, അവനോട് ഫൈറ്റ് ചെയ്യട്ടെ. ആഹാ, മജീഷ്യൻ സൈനിക് പറയുന്നത് ശരിയാണ്. അതെ, കോമ്പറ്റീഷൻ തുടങ്ങട്ടെ. രുദ്ര, നിനക്ക് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നീ ഒരു കൊച്ചുകുട്ടിയാണ്. നിനക്ക് ഇപ്പോഴും സമയമുണ്ട്. വേണമെങ്കിൽ തിരിച്ചു പോയിക്കോ. നിന്റെ കൂട്ടുകാരനോട് ചേർന്ന് കളിക്കാൻ നോക്ക്. കാരണം ഈ ചെറിയ പ്രായത്തിൽ നീ മാസ്റ്റർ മജീഷ്യൻ ആണെന്ന് പറയുന്നത് വളരെ വലിയ തെറ്റാണ്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും സംശയിക്കരുത്. ഇവൻ ഭയങ്കര ഫാസ്റ്റാ. എനിക്ക് കാണാൻ പോലും കഴിയുന്നില്ലല്ലോ. ഇവനെ കാണാതെ ഞാൻ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? മജീഷ്യൻ സോണിക്, പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത് ധീരതയല്ല. ആണോ? എന്നാൽ എന്റെ അറ്റാക്ക് നീ തടഞ്ഞു നിർത്തി കാണിക്കേ. എന്തു പറ്റി രുദ്ര? നീ പേടിച്ചു പോയോ? നിന്റെ മാജിക് പവേഴ്സ് അല്ല, അത്രയേ ഉള്ളൂ.
ഈ ചെക്കനെ ഞാൻ ഇന്ന് വെറുതെ വിടാൻ പോകുന്നില്ല. ഓ ആ. വേഗം എഴുന്നേക്ക് സോണിക്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്തിനാണ് ഇൻസൾട്ട് ചെയ്യുന്നത്? എഴുന്നേൽക്ക്, അവൻ അടിച്ചു കൊല്ല്. അവനൊരു കൊച്ചു ചെക്കനാടോ, പക്ഷെ നീ മജീഷ്യൻ സോണിക്കാണ്. വിൻസ്റ്റോം, എനിക്ക് നിന്റെ ഫീലിംഗ്സും വിഷമവും നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ കോമ്പറ്റീഷൻ അവർ രണ്ടുപേരും തമ്മിലുള്ളതാണ്. എല്ലാം അവര് തന്നെ ചെയ്തോളും. നീ മിണ്ടാതിരിക്കേ. എല്ലാരും കണ്ടല്ലോ, രുദ്രക്കിന്റെ സ്പീഡിന് മുന്നിൽ നിൽക്കാൻ പോലും പറ്റില്ല. ട്രെയിനിങ് ഒരിക്കലും മാസ്റ്റർ ആകാനേ പാടില്ല. ഈ ചെക്കൻ ഇത് എന്താണ് ചെയ്യുന്നത്? വേണ്ട. ആരെങ്കിലും എന്നെ താഴെ ഇറക്കി ഇവിടെ, ഞാനിവിടെ കുടുങ്ങിയിരിക്കുകയാണ്. ആരെങ്കിലും എന്നെ രക്ഷിക്കാൻ. സബാഷ് രുദ്ര. താങ്ക് യു മുത്തശ്ശ. രുദ്ര, നീ ശരിക്കും ഒരു സ്ട്രോങ് മജീഷ്യൻ തന്നെയാണ്. നിന്നെ കണ്ടതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. റൂൾസ് ആർ റൂൾസ്. സർ മജസ്റ്റിക്കോ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ മാജിക്കൽ പവർ കാണിക്കാൻ നിങ്ങൾ എനിക്കൊരു അവസരം തന്നു. അതിന് താങ്ക് യു മുത്തശ്ശ. ഞാൻ വീട്ടിലേക്ക് പോവാണ്. കോൺഫറൻസ് തുടങ്ങാൻ അല്പം വൈകിപ്പോയി. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അടുത്ത 2 ദിവസത്തേക്ക് മജീഷ്യൻസിന്റെ കോൺഫറൻസ് തുടർന്ന് നടക്കും. അടുത്ത 2 ദിവസത്തേക്ക് ഏതൊരു മാസ്റ്റർ മജീഷ്യനും പുറം ലോകത്തുള്ള ആരുമായും കോണ്ടാക്ട് ചെയ്യരുത്. ആരെങ്കിലും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്കിപ്പോ തന്നെ തിരിച്ചു പോകാം. നിങ്ങളുടെ എല്ലാവരുടെയും സമയം വളരെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് കോൺഫറൻസ് നടക്കുമ്പോൾ ഒരു തടസ്സവും ഉണ്ടാവരുത്. ഞാൻ ഇൻസൾട്ട് ഒരിക്കലും മറക്കില്ല. അത് പിന്നെ വിൻസ്റ്റോം, നിന്റെ സഹോദരനെ ഒരു കൊച്ചു പയ്യൻ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തപ്പോ നീ എങ്ങനെയാ ഇത് സഹിച്ചുകൊണ്ടിരിക്കുന്നേ? ആ ചെക്കൻ രുദ്രയിലെ മജീഷ്യൻ സോണക്കിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ പന്താടിയത്. നീ ഇതൊന്നും കണ്ടില്ലേ? നിനക്ക് അവരോട് പകരം വീട്ടണ്ടേ? രുദ്ര ഇപ്പോൾ തനിച്ചു കൊട്ടാരത്തിലേക്ക് പോയിരിക്കുകയാണ്. അടുത്ത 2 ദിവസം ജയ്സിംഗ് ചൗഹാൻ ഇവിടെ നിന്ന് പുറത്ത് പോവാനും പറ്റില്ല. ഇത് നിനക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ചാൻസാണ്. ചെന്ന് അവനോട് പ്രതികാരം ചെയ്യ. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഇനി നിന്റെ രുദ്രയുടെ കാര്യം പോക്കാണ് കേട്ടോ. അതേതായാലും നന്നായി. നീ ആ മജീഷ്യൻ സോണിക്കിനെ നല്ലൊരു പാഠം പഠിപ്പിച്ചു. അതെ അതെ, അത് നന്നായി. അവര് നിന്നെ തിരിച്ചയച്ചു കളഞ്ഞു. നീയില്ലാതെ ഞങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. രുദ്ര, നിനക്ക് മാജിക്കൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ ഒരു ചാൻസ് കിട്ടിയില്ലെങ്കിൽ എന്താ?
നിനക്ക് ഞാൻ എന്റെ മാജിക്കൽ ടാബ്ലറ്റ് വെച്ച് മാജിക് പഠിപ്പിച്ചു തരാം. ഈ ചെറിയ ടാബ്ലറ്റില് ഒരുപാട് മന്ത്രങ്ങളുണ്ട്. ഞാൻ ആ മാജിക് ഉപയോഗിച്ച് സ്നാക്സും ചായയും ഉണ്ടാക്കാം. വേഗം ചെയ്യേ, വേഗം. ഞങ്ങൾക്ക് മാജിക് ഉപയോഗിച്ച് ടിഫിൻ ഉണ്ടാക്കാൻ പഠിക്കണം. അക്കട് ബക്കട് ബബ്ബേ ബോ, ചായയും സ്നാക്സും തയ്യാറാകട്ടെ. ഓ ചേട്ടാ, അതെന്താ പറ്റിയത്? എന്റെ തലയ്ക്ക് ആരാ തീ വെച്ചത്? എന്റെ മുടിയെല്ലാം കത്തി കരിഞ്ഞു പോകും. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്, വെള്ളം കൊണ്ടുവാ. രംഗീല, ഈ ടാബ്ലറ്റ് ശരിക്കും അടിപൊളിയാണ് കേട്ടോ. മന്ത്രം പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്ന കാര്യം നിങ്ങൾ ഓർത്തില്ല. ഫോക്കസ് ആൻഡ് ബിലീവ്. നിങ്ങളുടെ അടുത്തുനിന്ന് മാജിക് ഞാൻ പിന്നെ പഠിച്ചോളാം. വരും വരെ നമുക്ക് മാർക്കറ്റിൽ ചെന്ന് ഐസ്ക്രീം കഴിക്കാം. എന്തത്? ഇത്രയും പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് എവിടുന്നാ വന്നത്? നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ സഹോദരൻ സോണിക്കിനെ ഇൻസൾട്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നെന്നാണ് ചോദിക്കുന്നത്? ഞാൻ നിന്നെ പകരം ചോദിക്കാൻ വന്നതാണ്. വിൻസ്റ്റോം മജിഷ്യൻ, ഞാൻ നിങ്ങളുടെ സഹോദരനെ ഇൻസൾട്ട് ചെയ്തിട്ടൊന്നുമില്ല. അത് ഞങ്ങൾ രണ്ടാളുടെ മാജിക്കൽ സ്കിൽസ് കാണിക്കാനുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു. നിങ്ങളുടെ സഹോദരനാണ് എന്നെ ചാലഞ്ച് ചെയ്തത്. അവസാനം അവൻ തോറ്റുപോയി. പേഴ്സണലായിട്ട് അവരും എനിക്കും ഒരു വിരോധവും ഇല്ല. നീ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ആ കാര്യത്തെ ഞാനിപ്പോൾ പേഴ്സണലായിട്ട് എടുത്തിരിക്കുകയാണ്. നീ കാരണം എന്റെ സഹോദരൻ തല കുനിഞ്ഞ് കോൺഫിഡൻസ് ഉപേക്ഷിച്ച് പോവേണ്ടി വന്നിരിക്കുന്നു. ഇനി നീ നോക്കിക്കോ, ഈ വിൻസ്റ്റോമിന്റെ പവറും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മൊത്തം തകർത്ത് ഞാൻ തകിട് പൊടിയാക്കാൻ പോവുകയാണ്. എന്റെ പേര് വിൻസ്റ്റോം ആണ്. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞില്ലേ, വിൻസ്റ്റോമെ പവർ ഉപയോഗിച്ച് എല്ലാം തകിടുപൊടിയാക്കും. ഇപ്പൊ നോക്കിക്കോളൂ, എന്റെ മാജിക് സ്കിൽസിന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ട്രെയിലർ മാത്രമാണ്, ഫുൾ ഫിലിമും കാണ്. ഇനി എന്നെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. അവിടെ നിൽക്ക് വിൻസ്റ്റോം. രുദ്ര, നീ എവിടെയാണ്? രുദ്രയെയും മായരെയും വരുണിനെയും ഇവിടെ കാണുന്നില്ലല്ലോ. ഇതെനിക്ക് മുത്തശ്ശനോട് പറഞ്ഞ മതിയാകൂ. എന്തൊരു കാറ്റാ, എന്ത് പറയാനാ. പക്ഷെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നടക്കാൻ കഴിയുന്നില്ല. ഓ, അല്ല, നീ ആരാ? ഞാൻ ആരാണെന്ന് ഇപ്പൊ നീ മനസ്സിലാക്കിയിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. പാലസിലേക്ക് ചെല്ല്, എന്നെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യ്. ആ വിൻസ്റ്റോൺ മജീഷ്യൻ തന്റെ മനസ്സിൽ എന്താ കരുതിയിരിക്കുന്നേ? അവന് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കും വിൻസ്റ്റോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരല്പം പ്രാക്ടീസ് ചെയ്യണം, അത്രേ ഉള്ളൂ. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. വേഗം വാ, നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. മൈര വിൻസ്റ്റോം മജിഷ്യനുമായി ഏറ്റുമുട്ടാൻ നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ശരി രുദ്ര, നീ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കേ. ഞാൻ എന്റെ പ്രാക്ടീസ് തുടങ്ങാം. അന്തർ മന്തർ കാലിക്കലന്തർ വിൻ ക്രിയേറ്റ് ആവട്ടെ.
മൈര, നിന്റെ മാജിക് ഉപയോഗിച്ച് എന്നെ വീണ്ടും മോടിപ്പിക്കുകയാണോ? രക്ഷപ്പെട്ടു. മര, നിന്റെ മാജിക് കണ്ടപ്പോ വിൻസ്റ്റോമിന്റെ ഒപ്പം ഏറ്റുമുട്ടാൻ എനിക്കൊരു വഴി കിട്ടി കഴിഞ്ഞു. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, പ്രശ്നം എത്ര വലുതായാലും ശരി, നമ്മൾ ധൈര്യമായിട്ടും പേഷ്യൻസ് ആയിട്ടും ഉണ്ടാവണം. ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്ത് പ്രോബ്ലം കണ്ടെത്തണം, എന്നിട്ട് ആത്മവിശ്വാസത്തോടെ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തണം. മര, ഞാൻ എന്തായാലും നിന്നിൽ നിന്ന് ദൂരത്തിൽ നിന്നോളാം, കാരണം നിന്റെ മാജിക്കിനെ ഒരിക്കലും വിശ്വസിക്കാനാവില്ല. ഇതെന്താ? ഇത് മൊത്തം കാഴ്ചയാണല്ലോ. ഭൂതമല്ല, ഇത് ഞാനാ ബറൂൺ. നീ എന്തിനാ ഇപ്പൊ അവിടെ ചെന്നിരുന്നത്? അത് പറ. മര്യാദക്ക് ഇവിടെ തന്നെ നിക്ക്. ഞാൻ ഇപ്പൊ തന്നെ നിന്നെ വൃത്തിയാക്കാം. ഇവരൊക്കെ ചേർന്ന് എന്നെ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചും കൂടി വൃത്തികേടാക്കാണോ? നിന്റെ മാജിക് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നാ പോരെ? ഇത് ഞാൻ സ്വയം വൃത്തിയാക്കിക്കോളാം. ജയസിംഗ്, എനിക്കൊരു കാര്യം നിന്നെ കാണിക്കാനുണ്ട്. ഇത് നോക്ക്. സർ മെജസ്റ്റിക്കോ, ഇതിൽ കൂടുതൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ സൺസെറ്റിക്ക് തിരിച്ചു പോയേ പറ്റൂ. സൺസെറ്റ് ഇപ്പോൾ അപകടത്തിലാണ്. ജയസിംഗ്, അത് തന്നെയാണ് ഞാനും പറയുന്നത്. നീ ഉടനെ അങ്ങോട്ട് ചെല്ലണം. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? റൂൾസ് വെച്ച് നോക്കുമ്പോ ഈ കോൺഫറൻസ് തീരാതെ നിനക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഞാൻ നിന്നെ പോകാൻ സമ്മതിച്ചാൽ മറ്റുള്ള മാസ്റ്റേഴ്സും ചോദ്യങ്ങൾ ചോദിക്കും. ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു എമർജൻസി തീർച്ചയായും കാണും. ഒരാൾ പോയാൽ അവർ ഓരോരുത്തരായിട്ട് എല്ലാവരും ഇവിടുന്ന് പോകും. സർ മെജസ്റ്റിക്കോ, രുദ്രയ്ക്ക് എന്റെ സഹായം ആവശ്യമാണ്. ജയസിംഗ്, നീ നമ്മുടെ ഫൗണ്ടർ മെമ്പേഴ്സിൽ ഒരാളാണ്. നീ ഒരു പ്രാവശ്യം കോൺഫറൻസ് വിട്ടേച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരിക്കലും കോൺഫറൻസിൽ പങ്കെടുക്കാൻ പറ്റില്ല. നിനക്കും അത് നല്ലതല്ല, എനിക്കും നല്ലതല്ല. നിന്റെ രുദ്ര വളരെ ധീരനാണ്. ശത്രു എത്ര വലിയവനായാലും അവൻ തോൽപ്പിക്കും. അവൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യട്ടെ. അതിനുള്ള സമയം ഇതാണ്. അവനൊരു ചാൻസ് കൊടുത്തേക്ക്. സർ മെജസ്റ്റിക്കോ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. കൊള്ളാം, കലക്കി. ഈ സൂപ്പ് കാണാൻ വളരെ നന്നായിട്ടുണ്ട്. ചെന്ന് വേറെയും ചില ഡിഷസ് എടുത്തോണ്ട് വാ. എനിക്കിപ്പോ അതിഭയങ്കര വിശപ്പാണ്. വിൻസ്റ്റോം മജിഷ്യൻ, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നുവാണെങ്കിൽ അത് നിങ്ങളെ വീട്ടിൽ ചെന്ന് കഴിച്ചോളൂ. ഓ, അപ്പൊ നീ വീണ്ടും തിരിച്ചെത്തിയല്ലേ? അതെ, തിരിച്ചെത്തി. ഞാൻ തന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ, രുദ്രയുടെ പ്രായത്തെയും അതുപോലെ രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ശരി, ഓക്കെ, ഞാൻ സംശയിക്കുന്നില്ല. എന്നാ പിടിച്ചോ. Ibaiska Wall Creator. രുദ്ര, നിന്റെ വീക്കായ ആ ചോരയുണ്ടല്ലോ, അത് ഈ വിൻസ്റ്റോമിന് മുന്നിൽ നിൽക്കാൻ പോലും ശേഷിയില്ലാത്തതാണ്. Ibaiska boom chick chick boom. Ibaiska Wall Creator. अंतर मंतर काली कलंदर बॉल क्रिएट ആവട്ടെ. മൈര, നീ എന്താ ഈ ചെയ്തിരിക്കുന്നത് നോക്ക്. എനിക്ക് ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. താങ്ക് യു രംഗീല.
Zibaiska, boom, chick, chick, boom. എന്നെ വിട്ടേക്ക് രുദ്ര, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. വിൻസ്റ്റോം, നിങ്ങൾ ഇവിടെ ഉണ്ടായാലല്ലേ എന്നെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ബൈ ബൈ, ഇനി നമ്മൾ ഒരിക്കലും കാണുകയില്ല. മുത്തച്ഛൻ ഇതൊക്കെ കണ്ട് സന്തോഷിക്കും. എന്തുമാത്രം സന്തോഷിക്കാന്ന് അറിയോ? പക്ഷെ അതിനിപ്പോ മുത്തച്ഛൻ ഇതൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ കാണുന്നുണ്ട് രുദ്ര. ജയസിംഗ് ചൗഹാൻ, നിന്റെ രുദ്ര ശരിക്കും ഒരു ധീരനായ മജീഷ്യൻ തന്നെയാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ അവൻ വളരെ സമർത്ഥനും ഇന്റലിജന്റുമായ ഒരു കുട്ടിയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, വിൻസ്റ്റോം തന്റെ പവേഴ്സ് മോശമായ കാര്യങ്ങൾക്ക് യൂസ് ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. ഇവിടെയുള്ള നിങ്ങളിൽ ആരെങ്കിലും ഇനി ഒരു പ്രാവശ്യം മാജിക് മിസ്യൂസ് ചെയ്താൽ അവരുടെ മാസ്റ്റർ മജീഷ്യൻ ടൈറ്റിൽ അത് ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്യും. വളരെ നന്ദിയുണ്ട് സർ മെജസ്റ്റിക്കോ. Watch India's largest kids library only on Jio Hotstar. Download the app now.